സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസിൽ വൻ വ്യോമാക്രമണം നടത്തി ഇസ്രയേൽ. ഡമാസ്കിലെ പ്രസിഡന്റിന്റെ കൊട്ടാരത്തിന് സമീപമാണ് ആക്രമണമുണ്ടായത്. ഒരാൾ മരിക്കുകയും 18 പേർക്കെങ്കിലും പരിക്കേൽക്കുകയും ചെയ്തതായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഒരു കൂട്ടം ആക്രമണങ്ങളാണ് ഇസ്രയേൽ നടത്തിയത് എന്നാണ് സൂചന. പുതിയതായി അധികാരമേറ്റ സിറിയൻ സർക്കാരുമായി ഏറ്റുമുട്ടുന്ന അറബ് ന്യൂനപക്ഷ സൈനിക വിഭാഗം ഡ്രൂട്സിനെ പിന്തുണയ്ക്കുകയാണ് ഇസ്രയേൽ എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നത്. വേദനാജനകമായ പ്രഹരം ആരംഭിച്ചുവെന്നാണ് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാട്സ് കുറിച്ചത്. സിറിയൻ വാർത്താ ചാനലുകൾ പുറത്തുവിട്ട ദൃശ്യങ്ങൾ പ്രകാരം സിറിയയിലെ പ്രതിരോധ മന്ത്രാലയം സ്ഥിതി ചെയ്യുന്ന മന്ദിരത്തിൽ ഇസ്രയേൽ ആക്രമണം നടത്തി. സിറിയൻ പ്രസിഡന്റ് കൊട്ടാരത്തിനോട് ചേർന്നാണിത്. ആക്രമണ വാർത്ത ഇസ്രായേൽ സൈന്യവും സ്ഥിരീകരിച്ചു. കഴിഞ്ഞ വാരാന്ത്യത്തിൽ ഡ്രൂസ് സേനയും ബദായിൽ ഗോത്രവും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായിരുന്നു. ഇതിൽ സിറിയൻ സർക്കാർ ഇടപെട്ടു. തെക്കൻ സിറിയൻ നഗരമായ സുബൈദയിലായിരുന്നു ഇത്. ആക്രമണം നിർത്തിവെക്കാൻ അമേരിക്കയുടെ സിറിയൻ പ്രതിനിധി ടോം ബരാക്ക് ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടിരുന്നു. അതേസമയം രാജ്യത്തിന്റെ തെക്കൻ അതിർത്തി സംരക്ഷിക്കാനും ഡ്രൂസിനെ കാത്തുരക്ഷിക്കാനുമാണ് നടപടിയെന്ന് ഇസ്രായേൽ കാട്സ് പറഞ്ഞു. ഇസ്രായേലിലുള്ള ഡ്രൂസ് സഹോദരങ്ങൾക്കായി നിങ്ങളുടെ സിറിയയിലെ സഹോദരന്മാരെ രക്ഷിക്കാൻ ഇസ്രായേൽ സൈന്യമുണ്ടെന്നാണ് കാട്സ് അഭിപ്രായപ്പെട്ടത്. അതിനിടെ സിറിയയുടെ തലസ്ഥാനമായ ഡമാസ്കസിൽ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ശക്തമായ വ്യോമാക്രമണം നടത്തിയിരുന്നു. പ്രതിരോധ മന്ത്രാലയ സൈനിക ആസ്ഥാനങ്ങൾക്കും പ്രസിഡൻഷ്യൽ പാലസിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിലുമാണ് ആക്രമണം ഉണ്ടായത്. ഇപ്പോഴത്തെ ആക്രമണത്തിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. സിറിയയിലെ ഔദ്യോഗിക TV ചാനലിൽ വാർത്ത വായിക്കുന്നതിനിടെ പിന്നിൽ സ്ഫോടനം നടക്കുന്നതാണ് പുറത്തുവന്ന വീഡിയോയിൽ ഉള്ളത്. തുടർന്ന് വാർത്താ അവതാരക ഓടി രക്ഷപ്പെടുന്നതും ദൃശ്യങ്ങളിലുണ്ട്. ചാനലിലെ തത്സമയ വാർത്തയ്ക്കിടെയാണ് ആക്രമണം നടന്നത്. വാർത്ത വായിക്കുന്നതിനിടെ പിന്നിലെ കെട്ടിടത്തിൽ ബോംബ് വീണ് തകരുന്നതും വീഡിയോയിൽ കാണാം. തെക്കൻ സിറിയയിലെ സുബൈദ മേഖലയിൽ ന്യൂനപക്ഷമായ ഡ്രൂസ് മതവിഭാഗങ്ങൾക്കെതിരെ സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടതിന് പിന്നാലെയാണ് ഇസ്രായേൽ ആക്രമണവും ആരംഭിച്ചത്. ഡ്രൂസ് വിഭാഗക്കാരുടെ സംരക്ഷണമാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും അവരുമായി ഏറ്റുമുട്ടുന്ന സിറിയൻ സർക്കാർ സേന സുബൈദിൽ നിന്ന് പിൻവാങ്ങും വരെ ആക്രമണം തുടരുമെന്നുമാണ് ഇസ്രായേൽ പറയുന്നത്. ഞായറാഴ്ചയാണ് സുവൈദിൽ ഡ്രൂസ് ബെദൂയിൽ വിഭാഗങ്ങൾ തമ്മിൽ സംഘർഷം ആരംഭിച്ചത്. ഡ്രൂസ് ബെദൂയിൽ സംഘർഷം പരിഹരിക്കാൻ നഗരത്തിൽ പ്രവേശിച്ച സർക്കാർ സേന ഒടുവിൽ ഡ്രൂസ് വിഭാഗക്കാരുമായി ഏറ്റുമുട്ടലും തുടങ്ങി. 300-ലേറെ പേർ ഇതുവരെ കൊല്ലപ്പെട്ടെന്നാണ് കണക്ക്. ഡ്രൂസ് വിഭാഗത്തിൽപ്പെട്ടവരെ കാണാതാവുന്നുവെന്നും സർക്കാർ സേനയുടെ പിന്തുണയോടെ ബെദൂയിൽ വിഭാഗങ്ങളാണ് പിന്നിലെന്നും ആരോപിക്കുന്നുണ്ട്. സംഘർഷങ്ങളിൽ US ആശങ്ക രേഖപ്പെടുത്തി. അതേസമയം സിറിയയും ഇസ്രയേലിനും തമ്മിലെ സംഘർഷം തങ്ങൾ ഇടപെട്ട് പരിഹരിച്ചതായി US സ്റ്റേറ്റ് വകുപ്പും അറിയിച്ചു. എന്നാൽ ഡ്രൂസ് വിഭാഗത്തിന്റെ സുരക്ഷയ്ക്കായി ആവശ്യമെങ്കിൽ ഇനിയും ഇടപെടുമെന്നും ഇസ്രായേൽ വ്യക്തമാക്കി. ഗാസയിലും ഇസ്രായേൽ ക്രൂരത മാറ്റമില്ലാതെ തുടരുകയാണ്. 81 പേരെയാണ് ഇന്നലെ കൊലപ്പെടുത്തിയത്. ഭക്ഷണം തേടിയെത്തിയ ആൾക്കൂട്ടത്തിന് നേർക്ക് നടന്ന വെടിവെപ്പിലാണ് 25 പേർ കൊല്ലപ്പെട്ടത്. US ഇസ്രായേൽ മേൽനോട്ടത്തിലുള്ള ഭക്ഷ്യവിതരണം ഉടൻ നിർത്തണമെന്നും ഗാസയിലെ സർക്കാർ ഓഫീസ് ആവശ്യപ്പെട്ടു. ദോഹയിൽ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ പുരോഗതിയില്ല. ഹമാസിന് മുമ്പാകെ പുതിയ നിർദ്ദേശം സമർപ്പിക്കുമെന്നും കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അറിയിച്ചിരുന്നു. ഖത്തർ അമീറുമായി താൻ ഉടൻ സംസാരിക്കുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. അതിനിടെ ഇസ്രായേലിൽ 2 യാഥാസ്ഥിതിക കക്ഷികൾ നെതന്യാഹു സർക്കാരിനെതിരെ തിരിഞ്ഞതോടെ ഭരണ പ്രതിസന്ധി രൂക്ഷമായി. യുണൈറ്റഡ് തോറ ജൂദായിസം പാർട്ടി സഖ്യം വിട്ടതോടെയാണ് ഭരണ പ്രതിസന്ധി രൂപപ്പെട്ടത്. മറ്റൊരു സഖ്യകക്ഷിയായ ഷാ പാർട്ടി ഇന്ന് സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കുമെന്നാണ് റിപ്പോർട്ട്. അതോടെ നെതന്യാഹു സർക്കാരിന് പാർലമെന്റിൽ ഭൂരിപക്ഷം നഷ്ടമാകും. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.